പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് വിശുദ്ധ മൂന്നിമേൽ കുർബാനയ്ക്ക് സഹാമിത്വം വഹിച്ചവരായ ബഹുമാനപ്പെട്ട ബേസിലച്ചൻ റോണിയച്ചൻ, ഇടവയെ ശ്രേഷ്ഠമായി ശുശ്രൂഷിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട എരമംഗലത്തെ ഷമിയച്ചൻ, സന്നിധരായിരിക്കുന്ന ബഹുമാനരായ വൈദികരെ, ബഹുമാനപ്പെട്ട ശമാശൻ, ശുശ്രൂഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ പരിശുദ്ധ ദേവാലയം 1952 മുതൽ ഭക്തിയാദരപൂർവ്വം ആചരിച്ചു പോരുന്നതായ ജൂബിലി പെരുന്നാൾ ഈ ദിനങ്ങളിൽ നാം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുന്നു. ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മാർ ബസേലിയോസ് ജോസഫ് ഭാവായും അഭിയുന്നരായ മെത്രാപ്പൊലീത്തന്മാരുടെയും മഹനീയമായ സാന്നിധ്യവും, ഒപ്പം സുറിയാനി സഭയെ സംബന്ധിച്ച് നമ്മുടെ സഭയിലെ ദേവാലയങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നതായ നമ്മുടെ പരിശുദ്ധ ദേവാലയത്തിലെ പെരുന്നാൾ ഈ ദേശത്തിനും നാനാജാതി മതസ്ഥർക്കും ഉപരിയായി പരിശുദ്ധ സഭയ്ക്കും സഭയിലെ ദൈവമക്കൾക്കും അനുഗ്രഹത്തിന് നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാളിൽ നേർച്ച കാഴ്ചകളെ സംബന്ധിക്കുന്ന എല്ലാവരെയും മഹോന്നതങ്ങൾ ദൈവം തന്റെ സ്വർഗീയമായ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അയച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഏറ്റവും വലിയ പ്രദക്ഷിണമായി നടത്തപ്പെടുന്നതായ പ്രദക്ഷിണം, അത് നമുക്കെല്ലാവർക്കും ആത്മീയമായ അനുഭവങ്ങളും അനുഗ്രഹം തന്ന ഒന്നായി ഒരിക്കൽ കൂടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുറിയാനി സഭയെ സംബന്ധിച്ച് മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം അത് എഡേസ പാരമ്പര്യമായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഉർഹായിലെ പാരമ്പര്യം നമുക്കറിയാം. മാർത്തോമാ ശ്ലീഹായെ കുറിച്ച് മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നത് ആദിമ ഗ്രന്ഥങ്ങളിലാണ്. അഫ്രഹാത്തിന്റെയും പ്രത്യേകിച്ച് ഡോക്ട്രിൻ ഓഫ് ആദായ്, ആക്ട്സ് ഓഫ് തോമസ് എന്നീ ഗ്രന്ഥങ്ങളും, ഒപ്പം പരിശുദ്ധാത്മാവിന്റെ കിന്നരമായ മോർ എഫ്രേമിന്റെ മെമ്രാകളും മാർത്തോമാ ശ്ലീഹായുടെ ചരിത്രത്തെ വിവരിക്കുന്നുണ്ട്. തീർന്നില്ല, നിസീബിസ്, എഡേസ പട്ടണങ്ങളെല്ലാം അന്ത്യോഖ്യായുടെ പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ കീഴിലുള്ള മെത്രാപ്പൊലീത്തന്മാരാൽ ഭരിക്കപ്പെടുന്നതായ ഭദ്രാസനങ്ങളായിരുന്നു. നിസീബിസ്, എഡേസ ഒരു കാലത്ത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈറ്റില്ലമായിരുന്നുവെന്ന് സഭാചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. തീർന്നില്ല, സഭാചരിത്രത്തിൽ പറയുന്നതായ സ്കൂൾ ഓഫ് നിസീബിസ് എന്ന വലിയ വേദശാസ്ത്ര പഠന കേന്ദ്രവും എല്ലാം ആ ദേശത്ത് സുറിയാനി സഭയുടെ വളർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു, പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകാൽ മാർത്തോമാ ശ്ലീഹായെ പരിശുദ്ധ സഭ ഓർക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കിന്നരമായ മോർ എഫ്രേം പുനരുദ്ധാനത്തെ കുറിച്ചുള്ള മെമ്രായിൽ മാർത്തോമാ ശ്ലീഹായെ കുറിച്ച് പറഞ്ഞ ആ അനുഗ്രഹീതമായ വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നു. പുനരുദ്ധാനത്തെ കുറിച്ചുള്ള മെമ്രായിലും വിശ്വാസത്തെ കുറിച്ചുള്ള മെമ്രായിലും മാർത്തോമാ ശ്ലീഹായെ മോർ എഫ്രേം പ്രതിപാദിക്കുന്നുണ്ട്. മോർ എഫ്രേം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവായ യേശുമിശിഹായുടെ മുറിവുകൾ മാർത്തോമാ ശ്ലീഹായുടെ കൈകളാൽ സാക്ഷ്യപ്പെടുത്തുന്നു. മാർത്തോമാ ശ്ലീഹ കർത്താവിന്റെ മുറിവുകളുടെ ദൃശ്യ സാക്ഷിയാകുന്നു. തുടർന്ന് പറയുന്നു, കർത്താവായ യേശുമിശിഹായുടെ മുറിവുകൾ മാർത്തോമാ ശ്ലീഹായുടെ കൈകളാൽ വിശ്വാസത്തിന്റെ തീയായി മാറി, ദൃഢവിശ്വാസത്തിന്റെ പ്രതീകമായി മാറി. മൂന്നാമതായി പറയുന്നു, മാർത്തോമാ ശ്ലീഹായുടെ കൈകൾ ആ മുറിവുകൾ സ്പർശിച്ചപ്പോൾ എന്റെ കർത്താവും ദൈവവുമായുള്ളോ എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ചിടുന്നതായ വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ളതാക്കുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇപ്രകാരമാണ് ആ വേദഭാഗം, ആ തിരുവചനം ആരംഭിക്കുന്നത്:
യഹൂദന്മാരുടെ ഭയനിമിത്തം വാതിലുകൾ അടച്ചിരിക്കെ കർത്താവ് അവരുടെ മധ്യത്തിൽ വന്നു. പശ്ചാത്തലം നമുക്കറിയാം. കർത്താവായ യേശു മിശിഹായുടെ ക്രൂശ മരണത്തിനും ഉയർപ്പിന് ശേഷം അപ്പോസ്തലന്മാർ ഭയചകിതരായി. എപ്പോഴും യഹൂദന്മാർ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് കർത്താവിന്റെ വിലാപ്പുറവും കൈകളുമെല്ലാം കാണിച്ചു കൊടുത്തു. കർത്താവിന്റെ മുറിവുകളുടെ ആദ്യ സാക്ഷികൾ അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ നമുക്കറിയാം, തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ട് കാര്യങ്ങൾ വേദശാസ്ത്ര പണ്ഡിതന്മാർ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, മാർ തോമാസ് ലീഹ അവിടെ ധൈര്യശാലിയായിരുന്നു. മറ്റുള്ളവരെല്ലാവരും ഒരുപക്ഷെ ഭയചകിതരായി മാറിയിരിക്കെ തോമാസ് ലീഹ നിർഭയം സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചു. അത് തന്നെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ തുടർന്ന് കാണുവാൻ സാധിക്കും. ലാസറിന്റെ ഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് കർത്താവായ യേശു മിശിഹ തീരുമാനിച്ചു. കാരണം ലാസറിന് ദീനമായി എന്നുള്ള അറിയിപ്പുണ്ടായി. എന്നാൽ ലാസർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവിന് യഹൂദന്മാർന്നുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. കല്ലുകൾ എറിയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഭയപ്പെട്ടു. എന്നാൽ അവിടെയും മാർ തോമാസ് ലീഹ സധൈര്യം പറഞ്ഞു, അവിടേക്ക് പോകാൻ നമുക്ക് അവനോടൊപ്പം കൊല്ലപ്പെടാം. ഇതാ കർത്താവായ യേശു മിശിഹായുടെ ധൈര്യശാലിയായ അപ്പോസ്തലനായിട്ട് മാർ തോമാസ് ലീഹയെ കാണുവാൻ സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, മുറിവുകൾ കർത്താവായ യേശു മിശിഹായുടെ സാക്ഷ്യത്വത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ ഇതാ അവിടെ തൊട്ട് അത് അനുഭവിക്കാനായിട്ട് മാർ തോമാസ് ലീഹായ്ക്ക് സാധിച്ചു. അതാണ് മോർ എഫ്രൈം പറഞ്ഞത്. മോർ തോമാസ് ലീഹായുടെ കൈകൾ കർത്താവായ യേശു മിശിഹായുടെ മുറിവുകളുടെ സാക്ഷികളായി മാറി. തീർന്നില്ല, അത് വിശ്വാസത്തിന്റെ തീയായി മാറി. അത് വിശ്വാസ പ്രഖ്യാപനമായി മാറി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവായ യേശു മിശിഹായുടെ രക്തസാക്ഷിത്വം വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാകുന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ മുറിവുകൾ നാം പേറുന്നുണ്ട്. നാം ഉദ്ധാന പെരുന്നാൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പാടുന്നുണ്ടല്ലോ, നിൻമുറിവിൽ നിന്നേറ്റോൻ മൂറോൻ മണമെന്നാഥ. കർത്താവായ യേശു മിശിഹായുടെ മുറിവിൽ നിന്നാണ് മൂറോൻ ഉണ്ടായതെന്ന് സഭ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് മൂറോൻ ഉപയോഗിച്ചപ്പോൾ കർത്താവിന്റെ ആ ശരീരത്തെ പൊതിഞ്ഞതായ ശീലകളിൽ നിന്നുള്ള ആ സുഗന്ധക്കൂട്ടുകൾ ഉപയോഗിച്ചു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ വിശുദ്ധ മൂറോൻ സഭയിൽ കർത്താവായ യേശു മിശിഹായുടെ മുറിവുകളെ സാക്ഷിക്കുന്നു. നമ്മുടെ ഇടവയെ കുറിച്ച് പറയുമ്പോൾ മലങ്കലിൽ ആദ്യമായി 2 പ്രാവശ്യം വിശുദ്ധ മൂറോൻ കൂദാശ നടത്തപ്പെട്ടതായ ദേവാലയം കർത്താവിന്റെ മുറിവുകൾ അതിന്റെ ആ അർത്ഥത്തിൽ അനുഭവിച്ചതായ ഇടവക. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിന്റെ സാക്ഷ്യം, വിശ്വാസത്തിന്റെ സ്ഥിരതയുമായി മാറണം. ഇതാ അപ്പോസ്തലനായ മാർ തോമാസ് ലീഹ കർത്താവിന്റെ മുറിവുകളെ തൊട്ടപ്പോൾ അത് അപ്പോസ്തലത്തിന് വിശ്വാസത്തിന്റെ തീയായി മാറിയെങ്കിൽ, അത് അദ്ദേഹത്തെ ദൃഢവിശ്വാസിയായി തീർത്തുവെങ്കിൽ, അത് കർത്താവിൽ അഭയം പ്രാപിക്കാനുള്ള വിശ്വാസ പ്രഖ്യാപനമായി മാറിയെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ സൗഭാഗ്യമാണ് നമ്മുടെ ഇടവയ്ക്ക് കൈവന്നിട്ടുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്, മുളന്തുരുത്തി മാർത്തോമാൻ ഇടവക എന്ന് പറഞ്ഞാൽ അത് സുറിയാനി സഭയുടെ തറവാടാകുന്നു. നമ്മുടെ ദേവാലയം അത്രമാത്രം സഭാചരിത്രത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനം വഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയത്തിന്റെ വിശ്വാസ സ്ഥിരതയും നാം ഏറ്റുപറയുന്നതായ വിശ്വാസമെല്ലാം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഭൗതികമായ മുറിവുകളേറ്റവരാണ് നാം. എന്നാൽ ആ മുറിവുകളിൽ നിന്ന് തകർന്നു പോകാതെ, നിരാശരാകാതെ, പക്ഷേ വീണ്ടും വീണ്ടും തലമുറകൾക്ക് വലിയ പ്രചോദനമായിട്ട്, തലമുറക്ക് എന്നാളും അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുവാനുള്ള വിശ്വാസത്തിന്റെ ഇടവകയായി നാം മാറേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നാം അനുഭവിച്ചതായ മുറിവുകൾ പലപ്പോഴും അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒഴിഞ്ഞെട്ടലുണ്ട്. പക്ഷേ ഭയമില്ല. എന്റെ കൺമുന്നിൽ നിന്നാണ് അഭിനന്ദനായ ഉസ്താദ്യോസ് തിരുമേനിയെയും കാലം ചെയ്ത പുണ്യശ്ലോകനായ പുളിക്കാർപ്പോസ് തിരുമേനിയും എല്ലാം വളരെ
മൃഗീയമായി തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ഒത്തിരി പേർക്ക് മുറിവുകൾ ഉണ്ടായി. എന്നാൽ ആ മുറിവുകൾ സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ, സഭയിൽ സമാധാനത്തിന് വേണ്ടി വാഞ്ചിക്കുമ്പോൾ തന്നെ ഈ വിശ്വാസത്തെ ഒരിക്കലും കൈവിടുകയില്ലാനുള്ള വിശ്വാസ പ്രഖ്യാപനത്തിന്റെ രാത്രിയായി അന്ന് മാറി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധനായ പിതാക്കന്മാർക്ക് ജന്മം കൊടുത്തതായ വലിയ ദേവാലയം ഇന്ന് സുറിയാനി സഭയെ നയിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്ക് ജന്മം കൊടുത്തതായ ദേവാലയം. ആ ദേവാലയത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും പരിശുദ്ധ പത്രോസിന്റെ അപ്പോസ്തോലിക സിംഹാസനം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്ന് നിന്നതായ ഒരു പാരമ്പര്യമായിരുന്നു. യോയാക്കീം മാർ കൂറിലോസ് ബാവായ്ക്ക് ഇവിടെ വരുവാനായിട്ട് അനുവാദമില്ലാതെ രാജവിളംബരം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ബാവായ്ക്ക് വേണ്ടി നിലകൊണ്ടതായ ഒരു ദേവാലയം എന്ന് വെച്ചാൽ പരിശുദ്ധ അന്ത്യോക്യായുടെ സിംഹാസനത്തിന് വേണ്ടി പരിശുദ്ധ പത്രോസ് അപ്പോസ്തലന്മാരുടെ പത്രോസ് ശ്ലീഹായുടെ സിംഹാസനത്തിന് വേണ്ടി നിലകൊണ്ടതായ ദേവാലയം തീർന്നില്ല. ആ സിംഹാസനം നയിക്കപ്പെട്ടതായ എല്ലാ ഡെലിഗേറ്റുകൾക്കും പിതാക്കന്മാർക്കുമെല്ലാം താമസമൊരുക്കിയതായ ദേവാലയം. ആ പിതാക്കന്മാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നതോളം കാലം ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ മുറിവുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശു മിശിഹായുടെ മുറിവുകൾ സ്പർശിച്ചപ്പോൾ മോർത്തോമായ ശ്ലീഹായുടെ വിശ്വാസം അത് വലുതായി തീർന്നതുപോലെ, സാക്ഷ്യമായി തീർന്നതുപോലെ, വിശ്വാസ പ്രഖ്യാപനമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഏൽക്കുന്നതായ മുറിവുകൾ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നാം നേരിടുന്നതായ പീഡനങ്ങളുമെല്ലാം വിശ്വാസത്തിന് വേണ്ടി സാക്ഷികളായി നിൽക്കുവാൻ, ആ വിശ്വാസത്തിന് വേണ്ടി ദൃഢതയോടെ നിൽക്കുവാൻ, ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ പരിശുദ്ധനായ ശ്ലീഹ ഈ ദേശത്തേക്ക് ഇറങ്ങി വന്ന് കർത്താവിൽ നമ്മെ ജനിപ്പിച്ച് പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യം നമുക്ക് നൽകി. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, എഡേസായിലെ പാരമ്പര്യം സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് എഡേസായിലേക്ക് കൊണ്ടുപോയത്. 2 പ്രാവശ്യമാണ് മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ നാം പുതുക്കുന്നത്. ഒന്ന് ജൂലൈ മാസം 3-ാം തീയതിയും ഡിസംബർ മാസം 21-ാം തീയതിയും. ഡിസംബർ മാസം ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ഓർമ്മയും, ജൂലൈ 3 തിരുശേഷിപ്പ് കച്ചവടക്കാരാൽ എഡേസായിലേക്ക് കൊണ്ടുപോയതിന്റെ ഓർമ്മയുമാണ്. അതെല്ലാം പരിശുദ്ധനായ എഫ്രൈമിന്റെ മെമ്മറായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ വിശ്വാസം നമുക്ക് തന്നതായ പരിശുദ്ധനായ ശ്ലീഹായും പിതാക്കന്മാർ നൽകിയതായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാം. മുറിവുകൾ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നായി മാറട്ടെ. അത് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അത് വിശ്വാസ പ്രഖ്യാപനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ നടത്തപ്പെടുന്നതായ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളും അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭ ഇപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. എന്നാൽ നമുക്ക് വിശ്വാസത്തോടുകൂടി മാർത്തോമാ ശ്ലീഹായെ പോലെ സധൈര്യമായിരിക്കാം. എന്തെല്ലാം പ്രയാസങ്ങളും വേദനകളും വന്നാലും പരിശുദ്ധ തോമാസ് ശ്ലീഹായും പരിശുദ്ധരായ പിതാക്കന്മാരും നമ്മെ ഏൽപ്പിച്ചതായ സത്യവിശ്വാസം നമുക്ക് ജീവിതത്തോട്, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധനായ പിതാക്കന്മാർ നൽകിയ വിശ്വാസം തലമുറകൾക്ക് അവകാശമായി നമുക്ക് കൈമാറാം. പരിശുദ്ധനായ ആലുവായിലെ അത്തനാസ്യോസ് വലിയ തിരുമേനി നമുക്കറിയാം, സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട പിതാവായിരുന്നു. സത്യവിശ്വാസ സംരക്ഷകൻ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പിതാവ്. ആ പിതാവ് ഞായറാഴ്ച പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് വിശ്വാസത്തിൽ തലമുറകളെ വാർത്തെടുക്കുവാനാണ്. അനുഗ്രഹിക്കപ്പെട്ടവര്, ഓരോ പെരുന്നാളുകളും തലമുറകൾക്കുള്ള വലിയ സന്ദേശമാകുന്നു. അതൊരു ഉത്തരവാദിത്തമായിരുന്നു. എന്തെന്നാൽ പിതാക്കന്മാരെ വഴി നടക്കുവാനും അവർ പഠിപ്പിച്ചതായ വിശ്വാസത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം.
ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സഭയായി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ ദേവാലയത്തിൽ വരുവാനും വിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും സാധിച്ചിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആയതിനായിട്ട് അനുവാദന കൽപ്പന നൽകിയത് സിസ്റ്റർ കാതോലിക്ക മോർ ബാസിലിയോസ് ജോസഫ് ബാവായുടെ തൃപ്പാദങ്ങളിൽ എന്റെ ഭക്തി ബഹുമാന ആദരവുകൾ സമർപ്പിക്കുമ്പോൾ കാലേക്കുട്ടി ക്ഷണിച്ചതായ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഷമിയച്ചനോടും ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റിമാർ നിങ്ങൾ ഓരോരുത്തരും നന്ദി സ്നേഹവും അറിയിക്കുമ്പോൾ ഈ ഇടവക എപ്പോഴും എന്നെ കരുതുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഏറ്റവും ചെറിയവനായി എന്നെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.